ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല ആവി വറുക്കുന്ന നല്ല അടിപൊളി നാടൻ പോർക്ക് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ലേ, ഇപ്പോൾ എന്താ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മളിതുപോലെ വരട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ പോർക്കിൻ്റെ കൂടെ ഞാൻ കൂർക്കയും കൂടി ചേർത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 2 കിലോ പോർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കിലോ ഇറച്ചിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഡ്രൈ ഫ്രൈ ചെയ്ത് പെപ്പർ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ, എന്നാലാണ് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ നമുക്ക് കറിക്ക്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പോർക്ക് മസാല, ഇത് മേടിക്കാൻ കിട്ടിയതാണ്, ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. അത് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി, ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി സവാള നീളത്തിലരിഞ്ഞ് ചേർക്കാം. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതിപ്പോൾ ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ചുളയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അകത്തുള്ള തൊലി കളയാതെയാണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് ചതച്ച് ചേർത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ വിടാം. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു 5 വിസിൽ വരുന്നവരെ നമുക്ക് ഈ ഇറച്ചി വേവിച്ചെടുക്കാം. 5 വിസിൽ വേവിക്കണം കേട്ടോ. ഇത് ഇറച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം നന്നായിട്ട് വേവണം, എന്നാലാണ് അത് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കതൊരു 5 വിസിൽ വരെ വേവിക്കാം. അപ്പോൾ 5 വിസിലടിച്ചിട്ട് നമ്മളുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നെയ്യൊക്കെ നന്നായി തെളിഞ്ഞിട്ട്, ഞാൻ ഇതിൽ അധികം നെയ്യ് കഷ്ണം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ നെയ്യ് നമ്മൾ അല്ലാതെ തന്നെ ഉരുക്കി നല്ല ഡ്രൈ ഫ്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണൂ കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കറിൽ വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കത് ഡ്രൈ ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ, അധികം വേണ്ട. പോർക്കിറച്ചിയുടെ ഒരു ഗുണം അതാണ്, നമുക്ക് ഓയിൽ അധികം ആഡ് ചെയ്യണ്ട, കാരണം അതിൽ തന്നെ ഓൾറെഡി കുറേ നെയ്യ് ഉണ്ടാവും. അപ്പോൾ ആ നെയ്യ് തന്നെ ഇത് നന്നായിട്ട് വരണ്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കതിലേക്ക് ഒരു 2 വലിയ ചോള വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിനും കുറച്ച് അരിയാം കേട്ടോ. അപ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടും നമുക്ക്. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു 2-3 ഗ്രാമ്പും അതുപോലെ ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചേർക്കുക. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഞാൻ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൽ, അങ്ങ് കീറിയിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ചേർത്തിട്ടുള്ളത്. നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറത്തിലാക്കിയിട്ട് എടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സവാള വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് കൂർക്ക വേവിക്കാം. അപ്പോൾ എൻ്റെ അടുത്തൊരു പിടി കൂർക്ക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് തോല് കളയുന്നത്. നിങ്ങൾക്ക് തോല് കളഞ്ഞിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശരിക്കും സവാള ചേർക്കുന്നതിന് മുന്നെയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ബ്രൗൺ നിറാക്കിയിട്ടെടുക്കാം. ഇതപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയാണ് ഇനി മെയിനായിട്ട് ചേർക്കേണ്ടത്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ പോർക്ക് മസാല മേടിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ആ പോർക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുക്കറിൽ തന്നെ വീണ്ടും കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ആദ്യം ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പെപ്പർ പൗഡറും ഒക്കെ ചേർക്കണം. പിന്നെ ഇതുപോലെ തന്നെ ഈ പോർക്കിൻ്റെ ഡ്രൈ ഫ്രൈക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റിൽ വരെ കാണാം, ആ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അടച്ചൊന്നും വയ്ക്കേണ്ട കാര്യമില്ല, തുറന്ന് വെച്ച് തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിവിടെ നെയ്യ് കഷ്ണങ്ങൾ സെപ്പറേറ്റ് ഒന്ന് ഉരുക്കി ആ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, എണ്ണയല്ല. അപ്പോൾ ആ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കൂർക്ക ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ഞെട്ടിക്കൊടുത്താൽ തോല് വേഗം പോയി കിട്ടും കേട്ടോ, അങ്ങനെ വേവിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ കൂർക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അടുത്ത് കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എത്രയുണ്ടോ അത്രയും ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ മസാലയുടെ കൂടെ കൂർക്കയും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പോർക്കൊന്ന് പകുതി ഡ്രൈ ആകുമ്പോൾ നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. കാരണം കൂർക്കയിലേക്ക് മസാലയും ഉപ്പൊക്കെ പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ലാസ്റ്റിൽ ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മളുടെ പകുതിയിലധികവും നമുക്ക് ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നിങ്ങളുടെ പരുവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ആ പരുവത്തിന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റിൽ വളരെ കുറച്ച് മാത്രം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡ്രൈ ഫ്രൈക്ക് നല്ലൊരു നിറവും ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ ഇതെല്ലാവരും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. അപ്പോൾ അതാ നമ്മളുടെ പോർക്ക് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പോർക്കും കൂർക്കയൊക്കെ ഇട്ടുണ്ടാക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിലും റെസിപ്പി നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.